ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഷോർട്ട് വ്യൂ ട്രേഡാണ്. 24,150 പുട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോമായ സമയത്താണ് ഞാൻ ഈ ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 24,150 പുട്ടാണ് ഞാൻ മേടിച്ചത്. അറൗണ്ട് ഒരു 235 റുപ്പീസിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. യെസ്, 235.75 ഞാൻ മേടിച്ചത്. ട്രേഡ് റൺ ചെയ്യട്ടെ, നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ട്രേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ട്രേഡിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഫോം ആയിട്ടുള്ളത് ഒരു പ്രത്യേക എൻ്റെ ഒരു കീ സോണിൽ വെച്ചിട്ടാണ് ഈ ട്രേഡ് എനിക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഈ ഒരു സോണിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നിട്ടുള്ളത്. ആ ഒരു ബോക്സിൻ്റെ, അതായത് ആ ഒരു സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള, അതായത് ഭയങ്കര വോളറ്റൈൽ ആവാൻ സാധ്യതയുള്ള ഒരു സോണാണ് ഈ പ്രൈസിൻ്റെ. ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും പ്രൈസ് മേ ബി നല്ല ഷാർപ്പായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ബോട്ടം ബോർഡർ വരെ പോകാം. ചിലപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഏരിയാസിൽ വെച്ചിട്ട് റിവേഴ്സായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു റാൻഡമായിട്ടുള്ളൊരു ലൊക്കേഷനാണിത്, ഈ ഒരു സോൺ എന്ന് പറയുന്നത്. എൻ്റെ സെറ്റപ്പ് പ്രകാരം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള കാരണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനിയുള്ള എന്താണ് പ്രൈസ് ആക്ഷൻ, എങ്ങനെയാണ് പ്രൈസ് ഈ ഒരു സോണിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ട്രേഡിലെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഞാൻ ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം, എന്താവും നമുക്ക് നോക്കാം. നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, പ്രൈസ് ട്വൈസ് റിജക്റ്റ് ആയിട്ടുണ്ട്. ഒരു ഏരിയയിൽ, സെയിം ഏരിയയിൽ വെച്ചിട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു രണ്ടാമത് റിജക്റ്റ് ആയ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സോണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പം അത്തരത്തിൽ ഒരു റിജക്ഷൻ വന്ന സമയത്ത് എനിക്ക് ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള എൻ്റെ കോൺഫിഡൻസ് ലോസ്റ്റ് ആവുകയും, ചാർട്ട് വൈസ് തന്നെ എനിക്ക് ഇൻഡിക്കേഷൻ കിട്ടിയ സമയത്ത് ഞാൻ ആ ട്രേഡ് അവിടെ നിന്ന്, ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറുകയും ചെയ്തു. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഞാൻ ഇന്ന് ട്രേഡ് ബുക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഈ എക്സിറ്റ് ചെയ്ത പോയിൻറ്റിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് തിരിച്ച് അപ്പർ സൈഡിലേക്ക് കയറിപ്പോയി നമ്മുടെ SL ഏരിയയും ഒക്കെ ഹിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ, അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു കണ്ടീഷൻ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഞാൻ എൻ്റെ ട്രേഡുകളിൽ ഇത്തരത്തിലുള്ള എക്സിറ്റുകൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനത്തെ സോൺ, അതായത് എൻ്റെ ഈ ഒരു സോണിൻ്റെ ഇൻ ബിറ്റ്വീൻ ട്രേഡ് നടക്കുന്ന സമയങ്ങളിൽ എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. ആ റൂള് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ട്രേഡിൽ എക്സിറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു ട്രേഡുമായിട്ട് പിന്നെ വരാം. ബൈ.